ഹദീസ് വയ്ക്കരുത് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. നബി ഒരു ഫ്ലക്സ് വെച്ചു. എന്ത്? ഖബർ സിയാറത്ത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഉമ്മാരും സഹോദരിമാരും നല്ല ശ്രദ്ധിക്കാം. നബി ഇങ്ങനെ എഴുതി, മരണചിന്ത ഉണ്ടാകും, പരലോക ചിന്ത ഉണ്ടാക്കും, കണ്ണ് നനയിപ്പിക്കും, ഹൃദയം ലോലമാക്കും, ഇതിൽ ഗുണപാഠമുണ്ട്, ഇതൊരു ഉപദേശമാണ്. ഹദീസിൽ 6 ലഫ്ള് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന് പറയുന്ന, സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടുന്ന, സുന്നത്തും ജമാഅത്തും പേരിൽ മാത്രമുള്ള അഹ്ലുസുന്നയല്ല, അഹ്ലുശ്ശിഅത്തി വൽ ഖുറാഫാത്ത്, ആ ആളുകളും ഒരു ബോർഡ് വെച്ചു. ഉദാഹരണത്തിന് പുത്തമ്പള്ളിയിലെ ജാറത്തിലെ ബോർഡ്, മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളി. എന്താ പുത്തമ്പള്ളിയിലെ ബോർഡ്? മുഹമ്മദ് നബി വെച്ച ബോർഡ് നിങ്ങൾ വായിച്ചില്ല. എന്തൊക്കെയാണ് പുത്തമ്പള്ളിയിലെ ബോർഡ്? 1, പേപ്പട്ടി വിഷ നിവാരണം, സർപ്പ വിഷ നിവാരണം, ഉദ്ദിഷ്ടകാര്യ സാഫല്യം, കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടൽ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കൽ. നബി വെച്ച ഫ്ലക്സിൽ എല്ലാം ആഖിറം. ഒരു ഖബർ കമ്മിറ്റിക്കാർ വെച്ച ഫ്ലക്സിലോ ഒക്കെ ദുനിയാവ്. പ്രിയമുള്ളവരെ, എവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖബർ സിയാറത്ത്? ഏതാണ് അഹ്ലുസുന്നത്തിന്റെ ഖബർ സിയാറത്ത്? മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രീതിയാണോ? അതല്ല, ഇതിനെ അട്ടിമറിച്ചിട്ട് അതൊരു ഖബർ വ്യവസായമാക്കി അവിടുന്ന് വരുമാനമുണ്ടാക്കി, അതുകൊണ്ട് പള്ളി കയറ്റി, അതുകൊണ്ട് മദ്രസ കയറ്റി, അതുകൊണ്ട് ഒരുപാട് കോളേജുകൾ കയറ്റി, അതിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരെ പുറത്തിറക്കുന്ന ഒരു ഇത്തരം സ്ഥാപനങ്ങളാണോ? ഇവിടെ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ നന്ദി ദാറുസ്സലാം, ഇവിടെ നാദാപുരത്ത്, ഞാൻ പേരൊന്നും പറയണില്ല, ആർക്കും പ്രയാസം ഉണ്ടാകണ്ട. ഇവിടെ ഉണ്ടല്ലോ കുറെ കോളേജുകൾ. നാദാപുരം ഇങ്ങട്ടനല്ലേ, ചൂണ്ട ചെയ്തു ഇങ്ങോട്ട ഇവിടെ എവിടെയാണ് സാധനം അല്ലേ? എത്രയാണ് ഈ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ ഈ ശിർക്കിന്റെ ബിദ്അത്തിന്റെ ചോറും തിന്നിട്ട് വളർന്ന് വലുതായിണ്ടായതാ. ബലേക്കൊന്നും നമ്മൾ തൗഹീദ് പ്രതീക്ഷിക്കണ്ട, സുന്നത്ത് പ്രതീക്ഷിക്കണ്ട, ഹലാല് പ്രതീക്ഷിക്കണ്ട. ഞാനത് പറയുന്നത് ഒന്നും വിഷമം വിചാരിക്കരുത്. ആരെയും ചീത്ത പറഞ്ഞൊന്നല്ല, ആരെയും കുറ്റം പറഞ്ഞല്ല. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കഴിച്ചവർക്കേ അള്ളാന്റെ ദീന് പച്ചയായി കൃത്യമായി പ്രവാചകന്മാരുടെ സ്വഹാബത്തിന്റെ ആ മാർഗത്തിലൂന്നി വിശദീകരിക്കപ്പെടാൻ സാധിക്കും. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ടാനേ പറ്റുള്ളൂ. ഈ ഒപ്പിക്കലാണ് ഇപ്പൊ എല്ലാ പ്രശ്നത്തിന്റെ കാരണം. ഞാൻ പറഞ്ഞു വന്നത് ഖബർ സിയാറത്തിന്റെ ഇസ്ലാം, ഖബർ സിയാറത്തിന്റെ ബിദ്അത്തായ വശം. ഇനി നോക്കി നിങ്ങൾ, ഈ ഖബർ സിയാറത്തിലേക്കാണ് ചെല്ലുക നമ്മള്. എന്ത്? ഇത് ബിദ്അത്താണ്, ഇത് ബിദ്അത്താണ്. ഇസ്ലാം പഠിപ്പിച്ചത് ഖബറാളികളെ സന്ദർശിക്കണം. ഇതോ പ്രത്യേക ടൂർ പ്രോഗ്രാമാണ്. അങ്ങനെ ടൂർ പ്രോഗ്രാം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അവനാന്റെ അമ്മാന്റെയും ബാപ്പാന്റെയും പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളും. ഇനി മദീനയിൽ ഒരാൾ ചെന്നാൽ ഇവിടുന്ന് നബിയുടെ ഖബർ തേടി മദീനയിലേക്ക് സിയാറത്ത് പറ്റൂല. പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. പിന്നെ മദീനയിൽ ഒരാൾ ചെന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? മുഹമ്മദ് മുസ്തഫയുടെ ഖബർ സിയാറത്ത് ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, സിയാറത്തിന് പ്രത്യേക ഒരു ടൂർ പാക്കേജ് ഇല്ല. എന്നിട്ട് ചെന്നിട്ട് എന്താ ചെയ്യണത്? കൂടെ അങ്ങനെ കൊണ്ടുനടക്കണ മോള് 24 വയസ്സായ, കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നിക്കടി, ഷെയ്ഖ് കണ്ടോട്ടെ ഖബറാളിന്റെ മുന്നിൽ. എന്നിട്ടോ തങ്ങളെ നിങ്ങൾ അറിയില്ലേ, എൻ്റെ കുട്ടിക്ക് പുയ്യാപ്പള വന്നിട്ടില്ല. അങ്ങനെ സങ്കടം മുഴുവനും അതിൻ്റെ മുന്നിൽ പറയും. അപ്പൊ അവിടെ ഉള്ളൊരു മറ്റേ തൂവല്, എന്ത് തൂവല്? മയിലിന്റെ വലിയൊരു പീലി. അപ്പൊ മയില് നാട്ടിൽ കൂടെ നാട്ടിലൊരു കോഴികളെ മാതിരി നടക്കണ കാലയിടും മയിലൊക്കെ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീശും, ഒരു പച്ചപ്പട്ട് വിരിക്കും, അതിന്റെ മോൾക്ക് ഒരു സാധനം വലിച്ചിടും. അൽഹംദുലില്ലാ സമാധാനായി. അപ്പൊ ചിലപ്പോൾ അൽഹംദുലില്ലാ എന്നൊക്കെ പറയട്ടോ, അതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. സമാധാനായി. കാരണം എന്താ അറിയോ? അള്ളാഹിനോട് കുറെ കാലമായി ചോദിക്കണോ, ഒരു കാര്യമില്ല. ഷെയ്ഖിനോട് ചോദിച്ചിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിയിരുന്നു. മറ്റേത് KSRTC ബസ്, ഇത് ബെൻസ് കാറാണ്. ഞാനത് പറയണില്ല, അതിലൊക്കെ തിരുത്തൽ വന്നിട്ടുണ്ടെന്നാ കേട്ടത്. അള്ളാഹുർക്ക് പുറത്തു കൊടുക്കുമാറാണ്. സുപ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനോട് ചോദിക്കണതിനെ കുറിച്ച് വരെ ധാരണ കിട്ടിയാ കിട്ടിയെന്ന KKPT നമ്മളോടൊക്കെ പറയാം. കിട്ടി പോയാ പോയി. ഷെയ്ഖിനോട് ചോദിച്ചാലോ അപ്പോൾ ഉച്ചരം വായിക്കൂടാതുത്തീരം നൽകും ഓവറാണ് കുറച്ച്. അള്ളാഹു പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചോദിച്ചൊക്കെ തരാന്നല്ല പറഞ്ഞത്. ചോദിച്ചോ ഞാൻ തരും. അതിന് സന്ദർഭം വെക്കണം. നിന്റെ ദുആ
ദുആ എല്ലാ മര്യാദയും പാലിച്ച് ദുആ ഇരിക്കണം. ആ ദുആന്റെ ആദ്യം ഹംദ് ഉണ്ടാകണം, നബിയുടെ പേരിൽ സ്വലാത്ത് ഉണ്ടാകണം. നമ്മളെ കുറിച്ചൊരു കാഴ്ചപ്പാട്, നിങ്ങൾക്ക് സ്വലാത്തില്ല എന്നാണ്. ദുആ ഇറക്കണമെങ്കിലേ, സ്വീകരിക്കപ്പെടണമെങ്കിലേ സ്വലാത്ത് വേണം. ഉമറുൽ ഖത്താബ് എന്നുള്ള റിവായത്ത് കാണാം, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അത് തൂക്കിയിടപ്പെടും, ദുആ ഖബൂലാക്കൂല. സ്വലാത്തില്ലെങ്കിൽ സ്വലാത്ത് ഉണ്ടാകണം. ഹലാലേ തിന്നാകൂ. ഹലാല് ഹറാമ് പറ്റൂല. ഹലാല് ഹറാമ് പറ്റൂല. ഇനി ദുആ തന്നെ, ദുആ ഇരുന്നാൽ തന്നെ മൂന്നൊരു രീതിയിൽ, ഒന്നില്ലെങ്കിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിലോ പരലോകത്തേക്ക് ഒരു പുണ്യമാക്കിയത് മാറ്റിവെക്കും, അതല്ലെങ്കിലോ അള്ളാഹു ഒരു ആപത്ത് തടയും. ഇതാ അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടണത് കിട്ടും. പക്ഷെ മൂന്നിലൊന്നായിട്ട് കിട്ടാൻ. പക്ഷേ നമ്മളെ ആൾക്കാരെ ധാരണ, ഔലിയാപ്പാപ്പനോട് ചോദിച്ചത് അപ്പം തന്നെയാണ് തരുന്ന, എന്നിട്ടായി ചോദിക്കണത്. അള്ളാഹിനോടൊന്നൊരു പേടിയില്ലാത്തതാണ് ആളുകൾക്ക്. അതെങ്ങനെ വെച്ചാൽ, പണ്ടൊരാൾ പറഞ്ഞു, പണ്ടൊക്കെ നമുക്ക് പരലോകം പറഞ്ഞൊരു പേടിയുണ്ടായിരുന്നു, മരണം പറഞ്ഞ പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ശരിക്കും നേരാൻ വണ്ണം മരണവും പരലോകമൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വേജാറുണ്ടാവും. പക്ഷെ ഈ കൗമിന് ഇപ്പം എന്താ അറിയോ, പോയിട്ടൊരു പേടിയില്ലാതെ. എന്താ സംഗതി? നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേജാറില്ല. കാരണം എന്താ അറിയോ, ഞങ്ങളുടെ അടുത്തൊരു പുതിയ രീതി ഉണ്ട്. എന്താ അറിയോ, ഞങ്ങളെ വാപ്പണം മരിക്കട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. വാപ്പണം മരിച്ചാലോ നേരെ ചെല്ലും, ഉസ്താദിന്റെ മുന്നിൽ നിൽക്കും. ഉസ്താദെ അങ്ങോട്ട് ചോദ്യം ഉത്തരമൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഉസ്താദ് ചോദ്യം പറഞ്ഞു കൊടുക്കും, ഖബറിൽ ഇരുന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കും. മലക്കാനി, യതീമാനി, ജായിയാനി, അങ്ങനെ കുറെ ആനി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ. എന്നിട്ട് ചോദ്യം പറഞ്ഞു കൊടുക്കും, ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കും. എന്താ ഇപ്പോൾ പിന്നെ നിരോധിച്ചതിന് ശേഷം വേറെ നോട്ടാണല്ലോ നിൽക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആദ്യം തന്നെ പൊക്കി വെക്കും. ഒരു 2000 അങ്ങനെ 2000 റുപ്യൻ്റെ ചിലവുള്ളൂ. ചോദ്യം ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഉത്തരം ഉസ്താദ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതിനെ നിസ്കരിക്കണം, ഇതിനെ നോമ്പ് വിൽക്കണം, ഇതിനെ സക്കാത്ത് കൊടുക്കണം, ഇതിനെ അള്ളാഹിനെ പഠിക്കണം, കള്ളുടിച്ചെന്താ, വിഭജിച്ചെന്താ. ചോദ്യം ഇവിടെ റെഡിയാ, ഉത്തരം ഇവിടെ റെഡിയാ. നമ്മൾ മനസ്സിലാക്കണം പരലോകം എന്താ. പ്രിയമുള്ളവരെ, മനസ്സിലായില്ല നിങ്ങൾക്ക്? അള്ളാഹുവിനെ കുറിച്ചോ ആഖിറത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ പറഞ്ഞു കൊടുത്ത പേടിയില്ലാത്തതുകൊണ്ടറിയോ? എന്ത് പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് പേടിയില്ലാത്തെന്ന് വെച്ചാല് എല്ലാറ്റിന്റെയും തരികിട, കുറുക്കു വഴികൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്.